ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. കാർഷിക മേഖലയിലെ പുരോഗതി ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയ്ക്ക് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. പദ്ധതി നടപ്പാക്കുന്നത് രാജ്യത്തെ 100 ജില്ലകളിൽ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരിച്ചെത്തിയ ശുഭാൻശു ശുക്ലയെ അഭിനന്ദിച്ച് കേന്ദ്ര മന്ത്രിസഭ. കീം പ്രവേശന പരീക്ഷാ കേസിൽ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. കൊല്ലത്ത് 4 വിദ്യാർത്ഥികൾക്ക് H1N1 സ്ഥിരീകരിച്ചു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യവും ലക്ഷ്യ സെന്നും രണ്ടാം റൌണ്ടിൽ. വാർത്തകൾ വിശദമായി. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ളവ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. 2025-26 മുതൽ 6 വർഷത്തേക്ക് 100 ജില്ലകളെ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്നതാണ് ഈ പദ്ധതി. വിള വൈവിധ്യവൽക്കരണവും സുസ്ഥിര കാർഷിക രീതികളും വർദ്ധിപ്പിക്കുക, പഞ്ചായത്ത് ബ്ലോക്ക് തലങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണം വർദ്ധിപ്പിക്കുക, ജലസേചന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ദീർഘകാല ഹ്രസ്വകാല വായ്പകളുടെ ലഭ്യത സുഗമമാക്കുക എന്നിവയും പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 100 ऐसे जिले जिसमें कृषि पर 3 पैमानों पर वो बाकी सब जिलों से पीछे हो, ऐसे 100 जिलों को चयनित करके उसमें एक फोकस्ड वे में 11 मंत्रालयों के 36 स्कीम्स, इन सब को कन्वर्ज करके एक इंटीग्रेटेड वे में कृषि का विकास करें, ये प्रधानमंत्री धनधान्य कृषि योजना का उद्देश्य है. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ദൌത്യം വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചെത്തിയ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ലയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ പ്രമേയം. ഒരു ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്തതിലൂടെ ബഹിരാകാശ ദൌത്യങ്ങളിൽ ഇന്ത്യയ്ക്ക് ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിടാനായതായും കേന്ദ്രമന്ത്രിസഭ പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി. आज मंत्रिमंडल कई महत्वपूर्ण विषयों के साथ देश की एक महान उपलब्धि से जुड़ी देश की भावना को अभिव्यक्त कर रही है. 15 जुलाई को भारत की अनंत आकांक्षाओं का प्रतिनिधित्व करते हुए ग्रुप कैप्टन शुभांशु शुक्ला अंतरिक्ष यात्रा से सकुशल धरती पर लौटे हैं. ये समूचे देश के लिए गर्व, गौरव और उल्लास का अवसर है. आज मंत्रिमंडल देश के साथ मिलकर ग्रुप कैप्टन शुभांशु शुक्ला के सफलतापूर्वक पृथ्वी पर लौटने का अभिनंदन करता है. രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്ന സാമ്പത്തിക ശാക്തീകരണ പരിപാടിയുടെ ഭാഗമായി 2 ആഴ്ചയ്ക്കുള്ളിൽ 1,40,000 ജൻധൻ ബാങ്ക് അക്കൌണ്ടുകൾ തുറന്നതായി കേന്ദ്ര സർക്കാർ. സർക്കാരിന്റെ നിരവധി ക്ഷേമ പദ്ധതികൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ബാങ്ക് അക്കൌണ്ടുകൾ തുറന്നത്. പ്രധാൻമന്ത്രി ജൻധൻ യോജന, പ്രധാൻമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, പ്രധാൻമന്ത്രി സുരക്ഷാ ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നീ പദ്ധതികളാണ് കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 3 മാസത്തെ സാമ്പത്തിക ശാക്തീകരണ പ്രചാരണ പരിപാടി ജൂലൈ 1 ആരംഭിച്ചു. രാജ്യത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലെയും നഗര തദ്ദേശ സ്ഥാപനങ്ങളിലെയും അർഹരായ എല്ലാവരെയും പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവരികയാണ് പ്രചാരണ പരിപാടിയുടെ ലക്ഷ്യം. 2030ഓടെ പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ 10 ജിഗാവാട്ട് ശേഷി കൈവരിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിക്ക് കേന്ദ്ര സാമ്പത്തിക കാര്യ മന്ത്രിസഭാ സമിതിയുടെ അംഗീകാരം. പൊതുമേഖലാ സ്ഥാപനമായ NLC ഇന്ത്യ റിന്യൂവബിൾ ലിമിറ്റഡിന്റെ കീഴിലാണ് പദ്ധതി നടപ്പിലാക്കുക. 7,000 കോടി രൂപ ഇതിനായി നിക്ഷേപിക്കുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാവ് CV പത്മരാജൻ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. 1983-87 വരെ KPCC പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. ധനകാര്യ, വൈദ്യുതി, ഫിഷറീസ് വകുപ്പുകൾ കൈകാര്യം ചെയ്തു. 2 തവണ ചാത്തന്നൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1931 ജൂലൈ 22 കൊല്ലം ജില്ലയിലെ പരവൂരിലായിരുന്നു ജനനം. ടെക്സ്റ്റൈൽസ് മേഖലയിൽ ആഗോള ശക്തി കേന്ദ്രമായി ഇന്ത്യ മാറിയതായി കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. ജപ്പാനിലെ ടോക്കിയോയിൽ സന്ദർശനം നടത്തുന്ന കേന്ദ്രമന്ത്രി ജപ്പാനിലെ കമ്പനികളുടെ പ്രതിനിധികളുമായി ഉന്നതതല ചർച്ച നടത്തി. 16ാമത് ഇന്ത്യ ട്രെൻഡ് ഫെയറും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഞായറാഴ്ച സർവകക്ഷി യോഗം വിളിച്ചു. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടുകയാണ് ലക്ഷ്യം. ഈ മാസം 21 മുതൽ അടുത്ത മാസം 21 വരെയാണ് വർഷകാല സമ്മേളനം. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കാർഷിക മേഖലയിലെ വാർഷിക ഉൽപാദനത്തിൽ വർധനയെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ.
ന്യൂഡൽഹിയിൽ 97ാമത് ICAR സ്ഥാപക ദിനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം 8.1 ദശലക്ഷം ടണ്ണായും പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ 7.5 ദശലക്ഷം ടണ്ണായും പാൽ ഉൽപാദനം 10.2 ദശലക്ഷം ടണ്ണായും വർദ്ധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കീം പ്രവേശന പരീക്ഷയുടെ പുതുക്കിയ മാർക്ക് ലിസ്റ്റിനെ അടിസ്ഥാനമാക്കിയുള്ള ഈ വർഷത്തെ പ്രവേശന പ്രക്രിയയിൽ ഇടപെടാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. പരീക്ഷയിലെ മാർക്ക് സമീകരണം സംബന്ധിച്ച കേസിൽ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി തള്ളി. എന്നാൽ ഹൈക്കോടതി ഉത്തരവിനെതിരായ ഹർജിയിൽ 4 ആഴ്ചയ്ക്ക് ശേഷം വിശദമായ വാദം കേൾക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ചു. ജസ്റ്റിസ് PS നരസിംഹയും ജസ്റ്റിസ് AS ചന്ദൂർക്കറും ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. അതേസമയം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകില്ലെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. കീം വിഷയത്തിൽ ഓഗസ്റ്റ് 14-നകം പ്രവേശന നടപടികൾ പൂർത്തിയാക്കണമെന്ന AICTE മാർഗനിർദ്ദേശം സംസ്ഥാന സർക്കാർ പാലിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു അറിയിച്ചു. കൊല്ലത്ത് 4 വിദ്യാർത്ഥികൾക്ക് H1N1 സ്ഥിരീകരിച്ചു. SN ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിലെ 4 കുട്ടികൾക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. 4 പേരും ഒരേ ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ്. ആരോഗ്യവകുപ്പ് നടപടികൾ സ്വീകരിച്ചുവരുന്നു. രോഗം ബാധിച്ച തെരുവ് നായ്ക്കളെ വെറ്ററിനറി വിദഗ്ധന്റെ സാക്ഷ്യപത്രത്തോടെ ദയാവധത്തിന് വിധേയമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. മന്ത്രിമാരായ MP രാജേഷ്, J ചിഞ്ചുറാണി എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. തെരുവ് നായ പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിൽ ABC ചട്ടങ്ങളിലെ ഇളവിനായി കേന്ദ്ര സർക്കാരിനെ വീണ്ടും സമീപിക്കുമെന്നും മന്ത്രി MP രാജേഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഗസ്റ്റ് മാസത്തിൽ തന്നെ തെരുവ് നായ്ക്കളെ വാക്സിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യജ്ഞം ആരംഭിക്കും. പോർട്ടബിൾ ABC കേന്ദ്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വന്ധ്യംകരണത്തിലേക്കും കടക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് 152 പോർട്ടബിൾ ABC കേന്ദ്രങ്ങൾ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ആരംഭിക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് പ്രവർത്തിപ്പിക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലം പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികളും ഐഡന്റിഫൈ ചെയ്യണം. പട്ടിയെ പിടിക്കാനുള്ള പരിശീലനം ലഭിച്ച ആളുകളെ തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പാക്കും. ABC ചട്ടങ്ങളിൽ ഇളവിന് കേന്ദ്ര സർക്കാരിനെ സമീപിക്കും. PM വികാസ് പദ്ധതിക്ക് കീഴിലുള്ള നൈപുണ്യ പരിശീലന വനിതാ സംരംഭകത്വ വികസന പരിപാടി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നാളെ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യും. കോട്ടയത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിലാണ് പരിപാടി. ജൻശിക്ഷൻ സംസ്ഥാന്റെ ഗുണഭോക്തൃ സംഗമവും എക്സിബിഷനും നാളെ മലപ്പുറത്ത് കേന്ദ്ര നൈപുണ്യകാര്യ സഹമന്ത്രി ജയന്ത് ചൌധരി നിർവഹിക്കും. ഗുണഭോക്താക്കൾക്കായുള്ള സർട്ടിഫിക്കറ്റ് വിതരണം, പുതിയ ബാച്ചുകളുടെ പരിശീലന ഉദ്ഘാടനം എന്നിവയും കേന്ദ്രമന്ത്രി നിർവഹിക്കും. സംരംഭകരെ ആദരിക്കൽ, ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കൽ, PM വിശ്വകർമ്മ പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം തുടങ്ങി വിവിധ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ടോക്കിയോയിൽ നടക്കുന്ന ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് ജോഡികളായ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും സിംഗിൾസ് താരം ലക്ഷ്യ സെന്നും 2ാം റൌണ്ടിലേക്ക് പ്രവേശിച്ചു. ആദ്യ മത്സരത്തിൽ ദക്ഷിണ കൊറിയയുടെ കാങ് മിൻ ഹ്യൂക്കിനെയും കിങ് ഡോങ് ജുവിനെയുമാണ് ലോക റാങ്കിങ്ങിൽ 15ാം സ്ഥാനത്തുള്ള സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും പരാജയപ്പെടുത്തിയത്. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെൻ ചൈനയുടെ വാങ് ഷെങ് ഷിങ്ങിനെയും പരാജയപ്പെടുത്തി. അതേസമയം ഒളിമ്പിക് മെഡൽ ജേതാവായ PV സിന്ധു വനിതാ സിംഗിൾസിൽ കൊറിയയുടെ സിം യു ജിന്നിനോട് പരാജയപ്പെട്ട് ആദ്യ റൌണ്ടിൽ തന്നെ പുറത്തായി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം സതാംപ്ടണിലെ റോസ് ബൌൾ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 23 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 106 റൺ എന്ന നിലയിലാണ്. പരമ്പരയിലെ 2ാം മത്സരം ഈ മാസം 19-ന് നടക്കും. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ജമ്മു കശ്മീരിലേക്ക് CRPFന്റെ 20 പുതിയ ബറ്റാലിയനുകൾ കൂടി വിന്യസിക്കുന്നതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകി. 20,000-ലധികം സൈനികരടങ്ങുന്ന സംഘത്തെയാണ് വിന്യസിക്കുക. ധനകാര്യ മന്ത്രാലയവും നിർദ്ദേശം അംഗീകരിച്ചതോടെ കേന്ദ്ര മന്ത്രിസഭ ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കും. പാലക്കാട് ചങ്ങലേരിയിൽ കഴിഞ്ഞ ദിവസം നിപ ബാധിച്ച് മരിച്ച വ്യക്തിയുടെ മകനും രോഗബാധ സ്ഥിരീകരിച്ചതായി വിവരം. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് 32-കാരനായ യുവാവിന് രോഗം സ്ഥിരീകരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഷിക മേഖലയിലെ പുരോഗതി ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പ്രധാൻമന്ത്രി ധൻധാന്യ കൃഷി യോജനയ്ക്ക് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. പദ്ധതി നടപ്പാക്കുന്നത് രാജ്യത്തെ 100 ജില്ലകളിൽ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരിച്ചെത്തിയ ശുഭാൻശു ശുക്ലയെ അഭിനന്ദിച്ച് കേന്ദ്ര മന്ത്രിസഭ. കീം പ്രവേശന പരീക്ഷാ കേസിൽ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. കൊല്ലത്ത് 4 വിദ്യാർത്ഥികൾക്ക് H1N1 സ്ഥിരീകരിച്ചു.
ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യവും ലക്ഷ്യ സെന്നും രണ്ടാം റൌണ്ടിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.